സേവിംഗ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി നിലനിന്നിരുന്ന ഒരു വലിയ സാമ്പത്തിക ഭാരത്തിന് ഇപ്പോൾ ആശ്വാസമായിരിക്കുകയാണ്. രാജ്യത്തെ പ്രമുഖ പൊതുമേഖലാ ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് സന്തോഷം പകരുന്ന ഒരു സുപ്രധാന തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. അക്കൗണ്ടിൽ നിശ്ചിത മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ ബാങ്കുകൾ ഈടാക്കിയിരുന്ന പിഴ ഇനിയില്ല എന്ന പ്രഖ്യാപനം സാധാരണക്കാരായ അക്കൗണ്ട് ഉടമകൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഈ തീരുമാനം ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ ഉപഭോക്തൃ സൗഹൃദപരമായ ഒരു സമീപനത്തിന്റെ തുടക്കമായി വിലയിരുത്തപ്പെടുന്നു. കേന്ദ്ര ധനകാര്യ മന്ത്രാലയവും പൊതുമേഖലാ ബാങ്കുകളും തമ്മിൽ നടന്ന നിരവധി ചർച്ചകൾക്കൊടുവിലാണ് ഈ നിർണായക മാറ്റം യാഥാർത്ഥ്യമായത്. ഉപഭോക്താക്കളിൽ നിന്ന് മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ ബാങ്കുകൾ പിടിച്ചെടുത്ത തുക ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. 2024 ജൂൺ വരെയുള്ള കണക്കുകൾ പ്രകാരം ബാങ്കുകൾ 8495 കോടി രൂപയാണ് ഇത്തരത്തിൽ പിഴയായി ഈടാക്കിയിരുന്നത്. ഈ ഭീമമായ തുക സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ എത്രത്തോളം പ്രതികൂലമായി ബാധിച്ചു എന്നതിന്റെ തെളിവാണിത്. ഈ സാഹചര്യത്തിൽ സാമ്പത്തിക രംഗത്ത് കൂടുതൽ സുതാര്യതയും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സമീപനവും അനിവാര്യമാണെന്ന് സർക്കാർ തിരിച്ചറിയുകയായിരുന്നു. ഈ പുതിയ നയം ഇതിനോടകം തന്നെ നടപ്പിലാക്കി തുടങ്ങിയ പ്രമുഖ ബാങ്കുകളിൽ കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക് എന്നിവ ഉൾപ്പെടുന്നു. ഓരോ ബാങ്കുകളും ഈ നയം പ്രഖ്യാപിച്ചതും നടപ്പിലാക്കിയതും വ്യത്യസ്ത സമയങ്ങളിലാണെങ്കിലും അതിന്റെ ഫലം ഒന്നു തന്നെയാണ്. ഇനി ഉപഭോക്താക്കൾക്ക് മിനിമം ബാലൻസ് ഭയക്കാതെ സേവിംഗ് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. പഞ്ചാബ് നാഷണൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം മിനിമം ബാലൻസ് വ്യവസ്ഥകളിൽ അവർ ഏറ്റവും കർശനമായ നിലപാടുകളിലൊന്നാണ് മുമ്പ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ 2025 ജൂലൈ 1 മുതൽ സേവിംഗ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിന് പിഴ ഈടാക്കില്ലെന്ന് അവർ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. ഈ തീരുമാനം പ്രത്യേകിച്ച് വനിതകൾ, കർഷകർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾ എന്നിവരെ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നത് വ്യക്തമാണ്. മിനിമം ബാലൻസ് നിലനിർത്തേണ്ടതിന്റെ സമ്മർദ്ദം ഒഴിവാക്കി എല്ലാ വിഭാഗം ആളുകളെയും ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് ആകർഷിക്കാനും കൂടുതൽ പേരെ അക്കൗണ്ടുകൾ തുറക്കാനും പ്രോത്സാഹിപ്പിക്കാനുമാണ് ഈ നടപടി. കാനറ ബാങ്ക് ഈ വർഷം മെയ് മാസത്തിലാണ് തങ്ങളുടെ അക്കൗണ്ട് ഉടമകൾക്ക് ഈ ആശ്വാസ വാർത്ത നൽകിയത്. സാലറി അക്കൗണ്ടുകൾ, NRI അക്കൗണ്ടുകൾ, റെഗുലർ സേവിംഗ് അക്കൗണ്ടുകൾ എന്നിങ്ങനെ എല്ലാത്തരം സേവിംഗ് അക്കൗണ്ടുകൾക്കും മിനിമം ബാലൻസ് നിലനിർത്തണമെന്ന നിബന്ധന ഒഴിവാക്കി. ഈ നീക്കം കൂടുതൽ ആളുകളെ ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കാൻ പ്രേരിപ്പിക്കുമെന്നും ബാങ്ക് പ്രതീക്ഷിക്കുന്നു. ബാങ്ക് ഓഫ് ബറോഡ 2025 ജൂലൈ 6 ഈ നയം പ്രഖ്യാപിച്ചത്. ഇത് ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വന്നതായും അറിയിച്ചു. എല്ലാ റെഗുലർ സേവിംഗ് അക്കൗണ്ട് ഉടമകൾക്കും മിനിമം ബാലൻസ് ഇല്ലാത്തതിന് പിഴ അടയ്ക്കേണ്ടി വരില്ല. എന്നിരുന്നാലും ബാങ്കിന്റെ പ്രീമിയം സേവിംഗ് അക്കൗണ്ട് ഉടമകൾക്ക് ഈ ഇളവ് ലഭിക്കില്ലെന്ന് ബാങ്ക് വ്യക്തമാക്കുന്നുണ്ട്. പ്രീമിയം അക്കൗണ്ടുകൾക്ക് ലഭിക്കുന്ന പ്രത്യേക സേവനങ്ങളും ആനുകൂല്യങ്ങളും ഇതിന് കാരണമായേക്കാം. ഇന്ത്യൻ ബാങ്കും ഈ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. 2025 ജൂലൈ 7 സേവിംഗ് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് നിലനിർത്തിയില്ലെങ്കിൽ പിഴ ഈടാക്കില്ലെന്ന് അവർ പ്രഖ്യാപിച്ചത്. എല്ലാ വിഭാഗം സേവിംഗ് അക്കൗണ്ടുകൾക്കും ഇത് ബാധകമാണ്. പിഴ അടയ്ക്കേണ്ടി വരുമോ എന്ന ഭയം ഉപഭോക്താക്കൾക്ക് ഒഴിവാക്കി അക്കൗണ്ടുകൾ കൂടുതൽ കാര്യക്ഷമമായി നിലനിർത്താൻ അവരെ പ്രേരിപ്പിക്കുന്നതിനാണ് ഈ നീക്കം. പ്രത്യേകിച്ചും വരുമാനം കുറഞ്ഞ അക്കൗണ്ട് ഉടമകൾക്ക് ഇത് വലിയ സഹായകമാകും. മിനിമം ബാലൻസ് പിഴ ഒഴിവാക്കുന്ന കാര്യത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 2020 തന്നെ ഒരു മുൻകൈ എടുത്തിരുന്നു. SBIയിലെ എല്ലാ തരത്തിലുള്ള സേവിംഗ് അക്കൗണ്ട് ഉപഭോക്താക്കൾക്കും മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പിഴയില്ല. എന്നാൽ SBI ഈ നിലപാടിലേക്ക് എത്തിയത് ഒരു വിവരാവകാശ രേഖ പുറത്തു വന്നതിനെ തുടർന്ന് ശക്തമായ വിമർശനങ്ങൾ ഉയർന്നപ്പോഴാണ്. മിനിമം ബാലൻസ് നിലനിർത്താത്തതിന്റെ പേരിൽ SBI ഉപഭോക്താക്കളിൽ നിന്ന് പിടിച്ചെടുത്ത തുക ബാങ്കിന്റെ അറ്റാദായത്തെ പോലും മറികടക്കുന്നു എന്നത് ഈ രേഖ വെളിപ്പെടുത്തിയിരുന്നു. ഇത് പൊതുജന രോഷത്തിന് കാരണമാവുകയും SBI ഈ നയം മാറ്റേണ്ടി വരികയും ചെയ്തു. വർഷങ്ങൾക്കിപ്പുറം മറ്റ് പൊതുമേഖലാ ബാങ്കുകളും SBIയുടെ ഈ പാത പിന്തുടരുന്നത് സ്വാഗതാർഹമായ മാറ്റമായി കണക്കാക്കപ്പെടുന്നു. പൊതുമേഖലാ ബാങ്കുകൾ ഈ വലിയ മാറ്റം കൊണ്ടുവന്നപ്പോഴും സ്വകാര്യ ബാങ്കുകളുടെ നയങ്ങളിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല. നിലവിൽ ജെൻഡർ അക്കൗണ്ടുകൾ, സാലറി അക്കൗണ്ടുകൾ എന്നിവയിൽ മാത്രമാണ് മിനിമം ബാലൻസ് നിലനിർത്തിയില്ലെങ്കിൽ പിഴ ഈടാക്കാത്തത്. ഇത് സർക്കാർ നിർദ്ദേശങ്ങളുടെ ഭാഗമാണ്. കൂടാതെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളോ മറ്റ് നിക്ഷേപങ്ങളോ ഉള്ള ഉപഭോക്താക്കളുടെ സേവിംഗ് അക്കൗണ്ടിൽ നിന്ന് മിനിമം ബാലൻസ് ഇല്ലാത്തതിന് പിഴ ഈടാക്കാത്ത നയവും പല സ്വകാര്യ ബാങ്കുകൾക്കുമുണ്ട്. ഇത് വലിയ നിക്ഷേപകരെ നിലനിർത്താനുള്ള ഒരു തന്ത്രമായാണ് കാണപ്പെടുന്നത്. സാധാരണ റെഗുലർ സേവിംഗ് അക്കൗണ്ടുകൾക്ക് ഇപ്പോഴും സ്വകാര്യ ബാങ്കുകളിൽ മിനിമം ബാലൻസ് വ്യവസ്ഥകൾ ബാധകമാണ്. മിനിമം ബാലൻസ് ഇല്ലാത്തതിന് പിഴ ഈടാക്കുന്നത് നിർത്തലാക്കുന്നതിലൂടെ ബാങ്കുകൾക്ക് ഒരു വരുമാന നഷ്ടം ഉണ്ടാകുമോ എന്ന ആശങ്ക ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഈ നഷ്ടം നികത്താൻ ബാങ്കുകൾ മറ്റു മാർഗങ്ങൾ തേടാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഉദാഹരണത്തിന് ഡെബിറ്റ് കാർഡ് ഫീസുകൾ, സൗജന്യ പരിധിക്ക് ശേഷമുള്ള ഇടപാടുകൾക്കുള്ള ചാർജുകൾ, മറ്റ് സേവനങ്ങൾക്കുള്ള ഫീസ് എന്നിവ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഈ പുതിയ നയം വരുമാനം കുറഞ്ഞവരും ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവരുമായ വലിയൊരു വിഭാഗം ജനങ്ങളെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് ആകർഷിക്കും എന്നത് തീർച്ചയാണ്.
ഇത് സാമ്പത്തിക ഉൾക്കൊള്ളൽ എന്ന ദേശീയ ലക്ഷ്യത്തിന് വലിയ പിന്തുണ നൽകും. ബാങ്കിംഗ് സേവനങ്ങൾ കൂടുതൽ സാധാരണക്കാർക്ക് പ്രാപ്യമാവുകയും അത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂടുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ഈ മാറ്റം ബാങ്കിംഗ് സേവനങ്ങൾ സാധാരണക്കാർക്ക് കൂടുതൽ ലളിതവും സൗകര്യപ്രദവുമാക്കാൻ സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.